ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ മഹാരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രതിസന്ധി നേരിടാൻ കേന്ദ്രത്തിൽ നിന്ന് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ പോലീസ് സേനയെ ജനകീയവൽക്കരിക്കുകയാണ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അച്ചടക്ക വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി. പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹൈജമ്പിൽ നിഷാദ് കുമാറിന് വെള്ളിമെഡൽ. അഭിനന്ദനമറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. നാളികേരത്തിന്റെ മൂല്യം പരമാവധി വർദ്ധിപ്പിക്കുന്നതിന് കൂട്ടായ്മകൾ കെട്ടിപ്പടുക്കുക എന്ന സന്ദേശത്തിലൂന്നി ഇന്ന് ലോക നാളികേര ദിനം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മഹാരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കോലാപൂരിലെ വാരണ നഗറിലുള്ള വനിതാ സഹകരണ സംഘത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ പൂനെ സിംബയോസിസ് ഡീംഡ് സർവകലാശാലയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി മഹാരാഷ്ട്ര നിയമസഭാ സമിതിയുടെ 100ാം വാർഷിക ചടങ്ങിലും അതിഥിയാകും. സന്ദർശനത്തിന്റെ അവസാന ദിവസം ലാത്തൂരിലെ ബുദ്ധവിഹാർ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനത്തിനായി നാളെ യാത്ര തിരിക്കും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈയിലേക്ക് ഉഭയകക്ഷി സന്ദർശനം നടത്തുന്നത്. ഇന്ത്യയും ബ്രൂണൈയും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സന്ദർശനം. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിലും ഇൻഡോ പസഫിക് കാഴ്ചപ്പാടിലും ബ്രൂണൈ ഒരു പ്രധാന പങ്കാളിയാണ്. ഈ മാസം 4-5 തീയതികളിൽ പ്രധാനമന്ത്രി സിംഗപ്പൂരും സന്ദർശിക്കും. 6 വർഷത്തിനു ശേഷമാണ് പ്രധാനമന്ത്രി സിംഗപ്പൂർ സന്ദർശിക്കുന്നത്. കൌശൽ ഭാരത് കുശാൽ ഭാരത് യോജനയ്ക്ക് കീഴിൽ ഉപഭോക്തൃ സേവന പ്രതിനിധികളെ നിയമിക്കുമെന്നും ജനങ്ങൾക്ക് 28,000 രൂപ ഓണറേറിയം നൽകുമെന്നും കാണിക്കുന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. നിയമനത്തിന് മുൻപ് 1,350 രൂപ രജിസ്ട്രേഷൻ ഫീസായി നൽകണമെന്ന വാദവും മന്ത്രാലയം നിഷേധിച്ചു. രാജ്യത്തെ GST വരുമാനം കഴിഞ്ഞ മാസം വരെ 1.75 ലക്ഷം കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ വരുമാനത്തേക്കാൾ 10% വർധന രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻവർഷം ഇത് 1.59 ലക്ഷം കോടി രൂപയായിരുന്നു. റീഫണ്ടുകൾക്ക് മുൻപ് കേന്ദ്ര GST വരുമാനം 30,862 കോടി രൂപയും സംസ്ഥാന GST ഇനത്തിൽ 38,411 കോടി രൂപയുമാണ് ലഭിച്ചത്. ആഭ്യന്തര ഇടപാടുകളിൽ നിന്നുള്ള ആകെ വരുമാനം 1.25 ലക്ഷം കോടി രൂപയാണ്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രതിസന്ധി നേരിടാൻ കേന്ദ്രത്തിൽ നിന്ന് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവരുമായി ശ്രീ മോദി ഫോണിൽ സംസാരിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഹൈദരാബാദ് ഉൾപ്പെടെ തെലങ്കാനയുടെ പല ഭാഗങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. തെലങ്കാനയിൽ എല്ലാ പ്രൈമറി, സെക്കൻഡറി സ്കൂളുകൾക്കും ഇന്ന് അവധി നൽകി. ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ 2 ദിവസമായി പെയ്ത അഭൂതപൂർവമായ മഴ പല സ്ഥലങ്ങളിലും ജനജീവിതം സ്തംഭിപ്പിച്ചു. ഇരു സംസ്ഥാനങ്ങളിലും വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിനും രക്ഷാപ്രവർത്തനത്തിനുമായി 26 ദേശീയ ദുരന്ത നിവാരണ സേനാ ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട്. വിജയവാഡയിൽ നിരവധി സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായി. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും സെക്രട്ടറിയുമായും ഫോണിൽ സംസാരിച്ചു. കൂടുതൽ NDRF ടീമിനെ ദുരന്ത സ്ഥലത്തേക്ക് അയക്കാൻ മുഖ്യമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ദുരന്ത മേഖലയിൽ രാത്രി തങ്ങിയ ശ്രീ നായിഡു രക്ഷാപ്രവർത്തനം നേരിട്ട് വിലയിരുത്തി. വിജയവാഡയിലും പരിസര പ്രദേശങ്ങളിലും ജനജീവിതം താറുമാറാക്കിയ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ആന്ധ്രാപ്രദേശ് ഗവർണർ S. അബ്ദുൾ നസീർ ആശങ്ക രേഖപ്പെടുത്തി. വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർ സർക്കാർ അധികൃതരുമായി ബന്ധപ്പെടണമെന്ന് ഗവർണർ അറിയിച്ചു. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനമറിയിച്ച ഗവർണർ സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. BJPയുടെ അംഗത്വ വിതരണ പദ്ധതിയായ സദ്സദ്യ അഭിയാൻ 2024 ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. പാർട്ടി അധ്യക്ഷൻ JP നദ്ദയിൽ നിന്ന് പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി അംഗത്വം പുതുക്കി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നതോടെയാണ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. ഈ മാസം 25 വരെയാണ് പദ്ധതിയുടെ ആദ്യഘട്ടം. 5 മുതൽ 6 വർഷം വരെ കൂടുമ്പോഴാണ് BJPയുടെ അംഗത്വം പുതുക്കൽ പദ്ധതി നടക്കുന്നത്. മണിപ്പൂരിലെ ഇംഫാൽ വെസ്റ്റ് ജില്ലയിൽ കുക്കി വിഭാഗക്കാരായ സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. ഡ്രോൺ, ബോംബുകൾ, അത്യാധുനിക ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. സംസ്ഥാനത്ത് സമാധാനം സ്ഥാപിക്കാൻ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അക്രമികൾ നടത്തുന്നതെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
പോലീസ് സേനയിൽ അച്ചടക്ക വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിനെ ജനകീയവൽക്കരിക്കുകയാണ് സർക്കാരിന്റെ നയമെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന ആരോപണങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥൻ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിൽ ക്രമസമാധാനം ഭദ്രമാണെന്നും പോലീസിലെ ചെറിയൊരു വിഭാഗം മാത്രമാണ് കുഴപ്പക്കാരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി DGP ഷെയ്ഖ് ദർവേഷ് സാഹിബുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ADGP MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നാളെ മുഖ്യമന്ത്രിയെ കാണുമെന്ന് PV അൻവർ MLA. മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭയമില്ലാതെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം പോലീസ് സേനയിൽ ഉണ്ടാകണമെന്നും ശ്രീ അൻവർ ആവശ്യപ്പെട്ടു. അതേസമയം PV അൻവർ MLAയുടെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ചു. പാരീസ് പാരാലിമ്പിക്സിൽ 5ാം ദിനത്തിലും മെഡൽ പ്രതീക്ഷയോടെ ഇന്ത്യ. പാരാ അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോ F56 ഫൈനൽ വിഭാഗത്തിൽ ഇന്ത്യയുടെ യോഗേഷ് കതുനിയ ഇന്ന് മത്സരിക്കും. പാരാ ഷൂട്ടിംഗിൽ 25 മീറ്റർ പിസ്റ്റൽ മിക്സഡ് വിഭാഗം ഫൈനലിൽ നിഹാൽ സിംഗും അമീർ ഭട്ടും ഇന്ന് കളത്തിലിറങ്ങും. മെഡൽ പ്രതീക്ഷയുയർത്തി പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ഫൈനൽ, വനിതകളുടെ ഡിസ്കസ് ത്രോ ഫൈനൽ, പുരുഷ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസ് ഫൈനൽ മത്സരങ്ങളും ഇന്ന് നടക്കും. അതേസമയം വനിതകളുടെ ബാഡ്മിന്റൺ SU5 വിഭാഗത്തിൽ ഇന്ത്യയുടെ തുളസിമതി മുരുകേശൻ ഫൈനലിൽ കടന്നു. സെമിയിൽ 23-21, 21-17 എന്ന സ്കോറോടെയാണ് തുളസിമതിയുടെ ഫൈനൽ പ്രവേശം. പാരാലിമ്പിക്സിൽ ഇതുവരെ ഇന്ത്യയ്ക്ക് 7 മെഡലുകളാണ് ലഭിച്ചത്. അത്ലറ്റിക്സിൽ വനിതകളുടെ 200 മീറ്റർ T35 ഇനത്തിൽ ഇന്ത്യയുടെ പ്രീതി പാൽ വെങ്കല മെഡൽ നേടി. പാരാലിമ്പിക്സ് 2 വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ പാരാ അത്ലറ്റ് എന്ന നേട്ടവും പ്രീതി സ്വന്തമാക്കി. ചരിത്ര നേട്ടം കൈവരിച്ച പ്രീതി പാലിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. മെഡൽ പട്ടികയിൽ ചൈനയാണ് മുന്നിൽ. ഇന്ത്യ 27ാം സ്ഥാനത്താണ്. പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ നിഷാദ് കുമാറിന് വെള്ളി മെഡൽ. മെഡൽ നേടിയ നിഷാദ് കുമാറിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. രാജ്യം ഈ നേട്ടത്തിൽ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. US ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്രൻ സഖ്യം പുറത്ത്. അർജന്റീനൻ ജോഡികളായ മാക്സിമോ ഗോൺസാലസ്, ആന്ത്രേസ് മോൾട്ടേനി സഖ്യത്തോടാണ് ഇരുവരും തോൽവി വഴങ്ങിയത്. 6-1, 7-5 എന്ന സ്കോറിന് നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അർജന്റീനൻ സഖ്യത്തിന്റെ ജയം. കേരവൃക്ഷങ്ങളുടെ പ്രാധാന്യം വിളിച്ചോതി ഇന്ന് ലോക നാളികേര ദിനം. സർക്കുലർ സമ്പദ് വ്യവസ്ഥയ്ക്കായി നാളികേരത്തിന്റെ മൂല്യം പരമാവധി വർദ്ധിപ്പിക്കുന്നതിന് കൂട്ടായ്മകൾ കെട്ടിപ്പടുക്കുക എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ സന്ദേശം. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ 500ഓളം കർഷകരും സംരംഭകരും പങ്കെടുക്കും. നാളികേര ഉൽപാദക രാജ്യങ്ങളുടെ സംഘടനയായ ഏഷ്യൻ ആൻഡ് പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റിയാണ് ദിനാചരണത്തിന് ആഹ്വാനം ചെയ്തത്. 2009 മുതലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം ആചരിച്ചു വരുന്നത്. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സമ്പൂർണ്ണാനന്ദ സംസ്കൃത സർവകലാശാലയുടെ പ്രധാന കെട്ടിടത്തിൽ സർക്കാർ വേദ 3D മ്യൂസിയം നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കാശിയിലെ സർവകലാശാല സന്ദർശനത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 16 സംസ്കാരങ്ങൾ, 64 കലകൾ, 18 വിദ്യാസ്ഥാനങ്ങൾ, ഇന്ത്യൻ സന്യാസിമാരുടെ സംഭാവനകൾ എന്നിവ 3D മ്യൂസിയത്തിൽ ഉൾപ്പെടുത്തും. രാജ്യത്തിന്റെ മധ്യ പടിഞ്ഞാറൻ മേഖലയിലും തെക്കൻ സംസ്ഥാനങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. ശക്തമായ മഴ നാശം വിതച്ച ഗുജറാത്തിൽ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മന്ത്രിതല സംഘത്തിന് രൂപം നൽകി. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ മുന്നേറ്റം. ബോംബെ ഓഹരി സൂചിക സെൻസസ് 237 പോയിന്റ് നേട്ടത്തിൽ 82,602-ലും, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 54 പോയിന്റ് ഉയർന്ന് 25,290-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 53,360 രൂപയും ഗ്രാമിന് 25 രൂപ താഴ്ന്ന് 6,670 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ മഹാരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രതിസന്ധി നേരിടാൻ കേന്ദ്രത്തിൽ നിന്ന് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ പോലീസ് സേനയെ ജനകീയവൽക്കരിക്കുകയാണ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അച്ചടക്ക വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി. പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹൈജമ്പിൽ നിഷാദ് കുമാറിന് വെള്ളി മെഡൽ. അഭിനന്ദനം അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും.
നാളികേരത്തിന്റെ മൂല്യം പരമാവധി വർദ്ധിപ്പിക്കുന്നതിന് കൂട്ടായ്മകൾ കെട്ടിപ്പടുക്കുക എന്ന സന്ദേശത്തിലൂന്നി ഇന്ന് ലോക നാളികേര ദിനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.